أمسكنهم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. ഫോറത്തിന്റെ ചെയർമാൻ അബ്ബാസ് സാഹിബ്, വേദിയിലിരിക്കുന്ന സംഘടനാ നേതാക്കൾ PT മുനീർ മുഹമ്മദ് പാലിയാർ, PT മുഹമ്മദ് സാഹിബ്, സെക്രട്ടറി നാസർ, മുൻ വോളണ്ടിയർ ക്യാപ്റ്റൻ മിസ്റ്റർ ഗഫൂർ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ മലദേരി, ഷുഹൈബ് എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ, വിവിധ സംഘടനയുടെ പ്രതിനിധികളായ, ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കാൻ അർഹരായ ഒരുപാട് സംഘടനകളുടെ നേതാക്കൾ ഇവിടെയുണ്ട്. ഈ പരിപാടിയിൽ ഇവിടെ കൂടിയ ആളുകളുമായി സംബന്ധിക്കാൻ അർഹതപ്പെട്ട വിവിധ സംഘടനാ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. പക്ഷേ സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിമിതികൾ കാരണം എല്ലാവരും ഇവിടെ കയറി നിങ്ങൾ മുമ്പിൽ അഭിനയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു കൂട്ടായ്മയാണ്. 20ഓളം സംഘടനകൾ മഹത്തായ ഉത്തരവാദിത്വം ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു കൂട്ടായ്മ. ഇവിടെ ഏറ്റക്കുറച്ചിലില്ല, വലിപ്പച്ചെറുപ്പമില്ല. ഒരൊറ്റ ഉദ്ദേശം, ഒരൊറ്റ നീയത്ത്. അവരുടെ നീയത്തിൽ ഒന്നിച്ച് ബൈഅത്ത് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ യോഗത്തിന്റെ ലക്ഷ്യം ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട നമ്മുടെ മീനയിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും നാട്ടിൽ നിന്ന് ഹജ്ജിനെത്തുന്ന നമ്മുടെ ഹാജിമാര് സ്വന്തം ശരീരവും സ്വന്തം സമയവും സ്വന്തം വിശ്രമവും സ്വന്തം ഉറക്കവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിതാന്തമായ ജാഗ്രതയോടുകൂടി ഈ നിസ്സഹായരും രോഗികളും പാവപ്പെട്ടവരും വഴിയറിയാത്തവരും ഭാഷ അറിയാത്തവരുമായ ഹാജിമാരെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങിയ ഈ യുവ നിര നമ്മളെ ആവേശം കൊള്ളിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ, ചെറുപ്പക്കാരായ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ വലുപ്പം അത് ആ കർമ്മഭൂമിയിൽ ആസ്വദിച്ചവർ കൺകൂടുക കണ്ടവർക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഉദാത്തമായ ഒരു കർമ്മമായിരുന്നു നമ്മൾ അവിടെ നിർവഹിച്ചിരുന്നു എന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇക്കൊല്ലവും അതിലുപരിയായ ത്യാഗ മനസ്ഥിതിയോടുകൂടി സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രയത്നിക്കാനും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിളിക്കാനും അഭിനന്ദിക്കാനും പ്രസംഗിക്കാനും ഒക്കെ അർഹമായ അളവിൽ അതിന് അർഹമായ അളവിലുള്ള ആത്മാർത്ഥത കാണിച്ചവരാണ് മുമ്പിലിരിക്കുന്നവരൊക്കെ. പക്ഷെ ഞാനതുകൂടെ കൂടുതൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കോൺസുൽ ജനറൽ സയ്യിദ് അഹമ്മദ് ബാബ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇമെയിലുമായി ബന്ധപ്പെടുക ഞാനും മുന്നിൽ നേരിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വരാമെന്ന് ഏറ്റതുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് മക്കയിൽ നടക്കുന്ന അതീവ ഗുരുതരമായ ചില പരിപാടികളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതായത് ഐ ആം നോട്ട് ഏബിൾ ടു അറ്റൻഡ്, റിയലി സോറി, ഈ രൂപത്തിലുള്ള മെസ്സേജ് കിട്ടപ്പോൾ അദ്ദേഹം വരില്ല. ഏതായാലും അതിൽ നമ്മുടെ ഇതിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു വശം മാറ്റി നിർത്തിയപ്പോൾ നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ദേശം ഫലങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന അതിന്റെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ അതൊന്ന് ഇവിടെ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ഇസ്മായിൽ മരുതേരി ഓൾറെഡി മറ്റുള്ളവരും വിനോവിടമ്പം മിനിറ്റുകൾക്ക് ഇവിടെ എത്തും. ഇവിടെ വളരെ പ്രഗത്ഭമായ വിധത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ പോലും വികസിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ഉള്ള പഠന പ്രക്രിയ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കും. അതുകൊണ്ട് എനിക്ക് ഈ സംഘടനയുടെ ഒരു വിനീതമായ പ്രതിനിധി കൺവീനർ നിലക്ക് പറയാനുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഇതാണ്. നമ്മളൊരു കൂട്ടായ്മയാണ്, 20ഓളം സംഘടനകൾ കൂട്ടായ്മ. ഇവിടെ ചെറിയവനോ വലിയവനോ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ പരമാവധി വിട്ടുവീഴ്ചയുടെയും സമന്വയത്തിന്റെയും സൗഹാർദ്ദത്വത്തിൻ്റെതുമായ മാതൃകയാണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ മീനയിലായാലും മറ്റെവിടെയായാലും ചെയ്യേണ്ടത്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു സംഘടന രാഷ്ട്രീയ പ്രവർത്തനമായാലും മറ്റൊരു തരത്തിലുള്ള സാമുദായിക പ്രവർത്തനം ഒരു വിവാദത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സംഘടനയുടെ പ്രതിനിധി നിലക്ക് നമ്മുടെ കർമ്മഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയുടെ അന്തസ് ഉയർത്തത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ഒന്നാമതായി നിങ്ങൾ പറയാനുള്ള സന്ദേശം. രണ്ടാമതായി, ഹജ്ജിന് ജ്യേഷ്ഠാനുജന്മാർ തന്നെ പോയാൽ പോലും
അവസാനം പിണങ്ങി പിരിഞ്ഞ തച്ചു പിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഹജ്ജ് സ്വന്തം നിർവഹിക്കാൻ പോകുമ്പോൾ, ഇത് നമ്മൾ ഹാജിമാരെ സേവിക്കാൻ വേണ്ടി പോകുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കും. വിവിധ സംഘടനക്കാരായ ആളുകൾ, 8-10 ആളുകൾ നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ചില ദുർബല നിമിഷങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇസ്മായിൽ നബി സാറിനെ പോലത്തെ ആളുകൾ പറയും. എങ്കിൽ പോലും ഞാൻ സംഘടനാ പ്രതിനിധികൾ പറയുകയാണ്, ഇത്തരം ഘട്ടങ്ങളിൽ 100% സംയമനം പാലിക്കാൻ, റബ്ബന്റെ വചനം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അത് ക്ഷമയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാനുള്ള സന്നദ്ധത ഇവിടെയുള്ള ഇവിടുന്ന് പോകുന്ന ഓരോ വളണ്ടിയറും കാണിക്കണമെന്നാണ് ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ വിനീതനായ ഒരു കൺവീനർ നിങ്ങളെ പ്രതിനിധി നിൽക്കി എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വളണ്ടിയർമാരായ ആളുകൾ നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിന്റെ ബന്ധപ്പെട്ട വളണ്ടിയർ കോറിന്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ അതിന്റെ കോർഡിനേറ്റർ തുടങ്ങിയ ആളുകളും, അതിനെല്ലാം പുറമെ നമ്മുടെ ചെയർമാൻ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വിവിധ സംഘടനകളെ പ്രതിനിധിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നേതാക്കളായ ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പൊ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പരിപാടിയുടെ ആദ്യന്തം അവസാനം വരെ ഇതിലെ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന അറിവുകൾ പരമാവധി സ്വാംശീകരിച്ചുകൊണ്ട് അർത്ഥപൂർണമായ, ഗുണപുഷ്കലമായ, റിസൾട്ട് ഓറിയന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വേണം നോട്ടെടുത്തുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നിങ്ങൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും അത് നമ്മൾ നടത്താൻ പോകുന്ന ഈ ജുഹദ്, ഈ പരിശ്രമത്തിൽ പ്രയോജനപ്പെടുത്തുകയും മാത്രമല്ല നമ്മുടെ ഭാവി ജീവിതത്തിന് അതിന് മാർഗദർശകമാക്കി തീർക്കുകയും. I invite Mr. Fadl on behalf of Jeddah Kerala Hajj Welfare Forum to the podium. Thank you, sir. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഓരോരുത്തരും സ്മരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങൾ ഇതിന്റെ വളണ്ടിയേഴ്സിന്റെ ബന്ധപ്പെട്ട ഇതിന്റെ 2ാമത്തെ സെഷൻ ഇതുവഴി എപ്പോഴും നടക്കുന്നതിന്റെ ഉദ്ഘാടന സെഷനാണ്. ഈ സെഷന്റെ ഉദ്ഘാടനം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഈ വേദി ഇവിടുത്തെ വളണ്ടിയർ ടീമിന്, വളണ്ടിയർ കോർഡിനേറ്റർ അതുപോലെ തന്നെ വളരെ ക്യാപ്റ്റൻ കൈമാറുന്നതാണ്. അപ്പൊ ബാക്കിയുള്ള തുടർന്നുള്ള കാര്യങ്ങൾ അവർ നിയന്ത്രിക്കുമെന്നും അറിയിക്കുകയാണ്. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും നേരത്തെ സൂചിപ്പിച്ചത് ഭംഗിവാക്ക് പറഞ്ഞതല്ല, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പൂർണ്ണാർത്ഥത്തിൽ ഭാഗവാക്കിത്വം വഹിക്കേണ്ടി വരും. നിങ്ങളുടെ വളണ്ടിയർമാർ ഓരോ സംഘടനയുടെ സാരഥികളെന്ന നിലക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വളണ്ടിയർമാരെ അഭിസംബോധന ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ സമയത്തിന് ദൗർബല്യം കാരണം നമ്മൾ ഈ സെഷനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ നടത്താൻ പോകുന്നത് അടുത്ത സെഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സദസ്സിന് പ്രൗഢഗംഭീരമായ, അർത്ഥപൂർണമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയെടുത്ത ഈ സദസ്സിന് ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ പേരിൽ ഞാൻ മൊത്തത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ബഹുമാനപ്പെട്ട ഫദിൽ, മലബാറിന്റെ മണ്ണിൽ വേരുകളുള്ള ഫദിൽ, ഇവിടുത്തെ പ്രമുഖ വ്യവസായിയും അതുപോലെ തന്നെ ഇൻവെസ്റ്ററും ഒക്കെ ആയിട്ടുള്ള സൗദി പൗരനായ ഫദിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കർമ്മധീരനായ ചെയർമാൻ, അതുപോലെ വൈസ് പ്രസിഡന്റുമാരായ മുനീർ അഹമ്മദ് പാലയാട്ട്, കമ്മ്യൂണിറ്റി ലീഡറായ PT മുഹമ്മദ് സാഹിബ്, അതുപോലത്തെ സംഘടനാസ് തുടങ്ങിയ എല്ലാ ആളുകൾക്കും, മുമ്പിലും സദസ്സിലും എല്ലാ ആളുകൾക്കും എല്ലാ അർത്ഥത്തിലും സ്വാഗതം ആസ്വദിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷപരം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാൻ അബ്ബാസ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.